ആമസോൺ ഫീ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നത് നോക്കാം. ആദ്യം സെല്ലർ സെൻറ്ററിലെ ഇൻവെൻട്രി പേജ് ഓപ്പൺ ആക്കാം. അവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ കാണുന്ന കാൽക്കുലേറ്റ് റവന്യൂ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് അതിലോട്ടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി റെഫറൽ ഫീ ആപ്ലിക്കബിൾ അല്ല. റെഫറൽ ഫീ 1000 റുപ്പീസിൻ്റെ താഴെയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ 0% ആണ് കമ്മീഷൻ വരിക. പിന്നീട് വരുന്ന 2 ഫീസസ്, ഒന്ന് ക്ലോസിംഗ് ഫീയും പിന്നെ ഒന്ന് ഷിപ്പിംഗ് ചാർജുമാണ്. അതായത് ഇപ്പോൾ 219 റുപ്പീസിൽ നിന്നും 450 റുപ്പീസിലോട്ടേക്ക് പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടും റെഫറൽ ഫീസിൽ പ്രത്യേകിച്ച് ചേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല, അത് 0 തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ക്ലോസിംഗ് ഫീയിൽ ചെറിയ ചേഞ്ചസ് കാണാം. ഐറ്റം പ്രൈസിനനുസരിച്ചിട്ടാണ് ക്ലോസിംഗ് ഫീയിൽ ചേഞ്ചസ് വരിക. ഇതിൻ്റെ GST കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു എമൗണ്ടാണ് ഈ 25.96 റുപ്പീസ് കാണിക്കുന്നത്. പിന്നെ ഉള്ളത് ഷിപ്പിംഗ് ചാർജാണ്. അത് 500 ഗ്രാമിന് താഴെയാണെങ്കിൽ സാധാരണയായി 70 റുപ്പീസ് വരെയൊക്കെയാണ് ചാർജ് വരുന്നത്. ഈ ഷിപ്പിംഗ് ചാർജ് നമുക്ക് ഐറ്റം പ്രൈസിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാനോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് എന്ന് കാണിക്കാനോ പറ്റും.